ജമ്മുകാശ്മീരിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം. ജമ്മുവിൽ വ്യോമാക്രമണ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തി. സാംബയിൽ വെടിവയ്പ് തുടരുകയാണ്. വിവരങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് എസ് വിജയകുമാർ നൽകും. വിജയകുമാർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന വിവരം എന്താണ്? എസ്കെൻ, ജമ്മുകാശ്മീരിൽ നിന്ന് രൂക്ഷമായ പാകിസ്ഥാൻ സൈനിക നീക്കത്തിന്റെ വിവരങ്ങളാണ് വരുന്നത്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ ഫലപ്രദമായി തടുത്തിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ച് സിവിലിയൻ മേഖല ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും പാകിസ്ഥാന്റെ ഡ്രോണുകൾ കൂട്ടം കൂട്ടമായി ഇന്ത്യൻ മേഖലയിലേക്ക് വരുന്നത്. പക്ഷേ നമ്മളുടെ S-400 എന്ന നമ്മളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ ഈ ഡ്രോണിനെ തകർത്തിട്ടുണ്ട്. സിവിലിയൻ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഡ്രോണുകൾ ഇന്ത്യൻ ഭാഗത്തേക്ക് വന്നത്. അതിനിടയിൽ സാംബ സെക്ടറിൽ രൂക്ഷമായ വെടിവെപ്പും നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചാണ്, F-16 വിമാനങ്ങളും ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചു എന്ന വിവരമുണ്ട്. എന്തായാലും ഏതെങ്കിലും ഒരു ടാർഗറ്റ്, ഏതെങ്കിലും ഒരു ലക്ഷ്യം തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇത് വിവിധ വാർത്താ ഏജൻസികൾ നൽകുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാകിസ്ഥാന്റെ ഈ ദിവസങ്ങളിൽ തുടർച്ചയായി പാകിസ്ഥാൻ ഇന്ത്യൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇന്നലെ ഏതാണ്ട് 15 കേന്ദ്രങ്ങൾ, ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലെ 15 കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയത്. ഏതാണ്ട് അതേ നീക്കം തന്നെയാണ് ഈ രാത്രി വൈകുന്നേരം ആവുമ്പോഴേക്ക് വീണ്ടും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. Download ShareChat.